ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. നിങ്ങൾ എല്ലാവരുടെയും ആ ഒരു ചിന്തയ്ക്കപ്പുറം പോയി എന്തോ ചെയ്യുന്നതായിട്ട് എല്ലാവരും നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് റീഡിങ്ങിൻ്റെ ടോപ്പിക്ക്. എന്താണെന്ന് നോക്കാം. അതെ, നിങ്ങൾ എല്ലാവരുടെയും റെക്കോർഡ് തകർക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതിനപ്പുറം സ്ട്രോങ് ആണ് നിങ്ങൾ വിചാരിക്കും പോലത്തെ വ്യക്തിയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങളെക്കുറിച്ച് വളരെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇല്ല എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല, ഞാൻ വളരെ ശക്തിഹീനയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ ഇതുവരെയും മൂല്യാങ്കനം ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് എത്രത്തോളം പവറുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുള്ളത് എന്ന് നോക്കിയിട്ടില്ല. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ലൈഫിൽ വിജയിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന വണ്ടി ആ ഒരു ട്രാക്കിൽ വന്നു കഴിഞ്ഞു എന്ന്. ഇപ്പോൾ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും വീണ്ടും എന്തെങ്കിലും മോശം സ്ഥിതി വന്ന് നിങ്ങളുടെ ആ ഒരു ലൈഫിനെ പിടിച്ച് കുലുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അടിക്കടി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ ഒരേ പാറ്റേൺ തന്നെ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴും ഒരു ഊർജം നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു കാലുകൾ പിറകിലോട്ട് വലിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് നിങ്ങളെ ആക്കണം. അങ്ങനൊരു ഊർജം നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഊർജം പറയുന്നത് പോലെ കേൾക്കരുത്. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഒരിക്കലും വീണ്ടും ആ പഴയ പാറ്റേണിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്. നിങ്ങൾ എപ്പോഴും നല്ലൊരു അവസ്ഥയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു അവസ്ഥയുണ്ട്, അതായത് നിങ്ങളുടെ മൗന അവസ്ഥ. ആ ഒരു മൗന അവസ്ഥ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ ഭയങ്കരമായിട്ട് പ്രഭാവമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മൗന അവസ്ഥ നിങ്ങളുടെ ആ ഒരു എനർജിയെ പൂർണ്ണമായിട്ടും സേഫ് ആക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് മുറിവ് തരാൻ ശ്രമിക്കും, അപ്പോഴെല്ലാം എന്തെങ്കിലും രീതിയിൽ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ഈ ഒരു പരിവർത്തനം നിങ്ങളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു നിങ്ങളുടെ ആ ഒരു കാലുകൾ ആരോ പിറകിലോട്ട് വലിക്കുന്നു എന്ന്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും പിറകിലോട്ട് പോകത്തില്ല. നിങ്ങൾ മറിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തായിരിക്കും പോകുന്നത്. ഇനി നിങ്ങളുടെ സമയം ദുരുപയോഗമായിട്ട് പോകത്തില്ല. നിങ്ങളുടെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പോകത്തുള്ളൂ. ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ സദുപയോഗം ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മോശം ചിന്തകൾ ചിന്തിച്ച് വെറുതെ സമയം കളയരുത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ചിന്തകൾ വരുന്നത്, എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അത് ചെയ്യുക നിങ്ങൾ. അതായത് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്, എന്ത് ഐഡിയ ആണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുക അത് നിങ്ങൾ ചെയ്യുക. അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ടെൻഷനും സംഘർഷങ്ങളും ഉള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് പേടി നിങ്ങൾ വീണ്ടും പാസ്റ്റിലെ അവസ്ഥയിലേക്ക് പോകുമോ എന്നാണ്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ എടുക്കേണ്ട ആ ഒരു ആക്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇവിടെ ആ ഒരു ഊർജം നിങ്ങളെ പിറകിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. കാരണം വളരെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ആ ഒരു ഊർജത്തിൽ നിന്ന് പുറത്ത് വന്നത് പാസ്റ്റിലെ. അപ്പോൾ പിന്നെ വീണ്ടും നിങ്ങൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കും? ഒരിക്കലുമില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഒരു സന്തുഷ്ടി ഉള്ള ഭാവമാണ്. അതായത് നിങ്ങൾ അത്രമാത്രം സ്ഥിതികൾ കണ്ട് വന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥിതി കണ്ടാലും ഇതിനപ്പുറം സ്ഥിതി ഞാൻ കണ്ടതാണ് എന്നുള്ള സന്തുഷ്ടി ഭാവം വരുന്നു. നിങ്ങൾ വളരെ ധൈര്യശാലി സ്ട്രോങ് പേഴ്സണാലിറ്റിയുമാണ്. ഈ ഒരു സമയം നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈശ്വരൻ വർക്കഹോളിക് ആക്കുന്നതാണ്. കാരണം നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ ആ ഒരു സ്ഥിതിയിലേക്ക് തിരികെ പോവാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലെത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വരും. അതായത് നിങ്ങളുടെ സമയം നിങ്ങൾ നല്ല രീതിയിൽ സദുപയോഗം ചെയ്യുക എന്നുള്ള രീതിയിൽ ഐഡിയ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങളെ ബിസിയാക്കി വയ്ക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സമയത്തിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാല്യൂ തരുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രസിദ്ധി തരുന്നതാണ്.
ഈ ഒരു സമയം നിങ്ങളെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ എത്രത്തോളം താഴെ ഇടാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഉയരത്തിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കണക്കിന് നെഗറ്റിവിറ്റി ഇങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഇനി ഞാൻ പാസ്റ്റിലേക്ക് പോകത്തില്ല, എനിക്ക് മതിയായി പാസ്റ്റിലെ ജീവിതം, ഇനി എനിക്ക് ഉയർച്ച, എൻ്റെ ലക്ഷ്യസ്ഥാനം അവിടെ എത്തണം എനിക്ക് എന്ന്. ഇവിടെ നെഗറ്റിവിറ്റി നിങ്ങളെ എത്ര തന്നെ പിടിച്ച് ഉലയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ആ ഒരു വണ്ടി ഓൺ ട്രാക്കിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റക്കാവത്തില്ല നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ജീവിതമാകുന്ന വണ്ടി വളരെ താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി സ്പീഡോടുകൂടി മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ ആദ്യം നിങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി ദൈവം, ഇതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കാത്തത്. അതിനുശേഷമാണ് നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും തെറ്റിലേക്ക് പോകത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ സമയം കൂടുതലായിട്ട് ഇഷ്ടം യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും. യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ നല്ലതാണ്. അത് വന്നിട്ട് നല്ലതായിട്ട് കാര്യങ്ങൾ നടക്കും എന്നതിനുള്ള ഒരു ശുഭ സൂചനയായിട്ടാണ് ഈ ഒരു കളർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും, നിങ്ങൾ ആ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പോകുന്ന കാര്യം നല്ലതായിട്ട് നടക്കും. എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു വസ്ത്രം കാണുമ്പോൾ നിങ്ങളോടൊരു പോസിറ്റിവിറ്റി ഫീലാകും. അപ്പോൾ ഈ ഒരു വസ്ത്രം നിങ്ങൾ ധരിക്കുന്നത്, ഈ കളർ കാണുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ ചിന്തയാണ് എല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് തോന്നുന്നു ഏതോ ഒരു നെഗറ്റീവ് ശക്തി എന്നെ പിടിച്ച് വലിക്കുകയാണ്, ഇല്ലെങ്കിൽ എൻ്റെ ആ ഒരു വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ്, എന്നെ പാസ്റ്റിലേക്ക് പിരിച്ച് വിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങൾ ചിന്തിക്കുക, ഏത് നെഗറ്റീവ് ശക്തി വന്നാലും എന്നെ പിടിച്ച് വലിക്കാൻ സാധിക്കത്തില്ല. ഞാൻ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ കൂടെ എൻ്റെ ഈശ്വരനുണ്ട്. പിന്നെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈശ്വരൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കാലുകളിൽ ഞാൻ മുറുകെ പിടിച്ചൊക്കെയാണ്. ഈശ്വരൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇവിടെ എപ്പോഴൊക്കെ നെഗറ്റിവിറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെ വരിക. നിങ്ങളുടെ മനസ്സിനെ ശരീരത്തെ നിങ്ങൾ റിലാക്സ് ആക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിനെയും മനസ്സിനെയും സന്തോഷമാക്കി വെക്കേണ്ട അധികാരം നമുക്കാണ് ഉള്ളത്, അല്ലാതെ വേറൊരാൾക്കല്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം 10 ദിവസത്തിനുള്ളിൽ സാധ്യമാകണമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, 10 ദിവസം എടുത്താൽ അല്ലെങ്കിൽ എൻ്റെ കാര്യം സാധ്യമാവുമല്ലോ എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം ചിലപ്പോൾ 8 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ സാധ്യമാകും. അങ്ങനെയുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഡിലേ ഉണ്ടാവത്തില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ ആയിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു സമയമാണ് ഈ ഒരു സമയം. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിന് വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഹീലിംഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നേച്ചറുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഗാർഡനിങ് ചെയ്യുക, മരത്തിൻ്റെ താഴെ ഇരിക്കുക, യൂണിവേഴ്സിൻ്റെ താഴെ, അതായത് ആകാശത്തിന് നേരെ താഴെ ഇരിക്കുക. അതൊക്കെ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി കൂടാൻ സാധ്യമാണ്, ഹീലിംഗ് ആവാൻ നല്ലതാണ്. നിങ്ങൾ ഒരിക്കലും ഇനി നെഗറ്റീവ് ചിന്തിക്കരുത്. പറ്റുമെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് റിലീസാക്കുക. പിന്നെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. സമയം വെറുതെ വേസ്റ്റാക്കി കളയരുത് നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം നല്ലതാവുന്നതാണ്. പക്ഷെ നിങ്ങളാണ് വിചാരിക്കേണ്ടത്. ഇവിടെ ഇനി നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ, കുബേര ഭഗവാന്റെയൊക്കെ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കീരിയുടെ ആ ഒരു എനർജി, തത്തയുടെ എനർജി, അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഔളിനെ നേരിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ ഇനി നിങ്ങൾക്ക് 555 എനർജി കാണാൻ സാധിക്കും. 2 എനർജിയാണ് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളത്. ഒന്ന് 369 എനർജിയും 555 എനർജിയും, കൂടാതെ 777 ആ ഒരു എനർജിയും. ഇവിടെ കഴിഞ്ഞു പോയ സമയം നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് നല്ലത് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ 55 ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ആ സമയം. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ചെറുതായിട്ടെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ഇവിടെ ഒരു കുട്ടിക്ക് നമ്മൾ മുട്ടായി കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആവത്തില്ല. അതേപോലെയാണ് നിങ്ങൾക്ക് ദൈവം ഒരു ഗിഫ്റ്റ് തരുന്നത്, നിങ്ങൾ സന്തോഷിക്കാൻ. അതാണ് ഈ 555 ആ ഒരു എനർജി. ഇവിടെ നിങ്ങൾ എന്തോ നല്ല കാര്യം ചെയ്തു, അതിൻ്റെ ആ ഒരു ബലം ഇനി നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു ബലമാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ ഒരു ഗിഫ്റ്റ്.
ഇനി നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നല്ലതാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനസിക നില ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആവരുത്. നിങ്ങളുടെ വീട്ടിൽ നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റി വരാൻ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. വീട്ടിൽ ചുറ്റിലും ഉള്ള ആൾക്കാരോട് നല്ല രീതിയിൽ ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകും. ആരോടും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് ഒരു മാക്സിമം ഒരു അകലം പാലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസ് ലഭിക്കാൻ വേണ്ടി മാജിക്കിൻ്റെ ആ ഒരു വഴി നിങ്ങൾക്ക് നേരെ ഈശ്വരൻ കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു മാജിക് ഉണ്ടാവാൻ പോവുകയാണ്. ഒരു സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വരുന്നതാണ്. ആ സോഴ്സിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഡീല് നിങ്ങൾ ചെയ്യുന്നതായിട്ട് അതിന് വേണ്ടി ഓഫർ നേരിട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്താലോ എന്ന് ആരെങ്കിലും പറഞ്ഞ് ഓഫർ നിങ്ങൾക്ക് നേരിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും അബണ്ടൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, എത്രത്തോളം ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ അതിനപ്പുറം ബ്ലെസ്സിങ് ദൈവം നിങ്ങൾക്ക് തന്നതായിട്ട്. നിങ്ങൾ ഇനി ഒരു ഭാഗ്യശാലി വ്യക്തിയായിട്ട് മാറുന്നതാണ്, ഒരു ലക്കി പേഴ്സണായിട്ട് മാറുന്നതാണ്. ചില സമയം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പരിവർത്തനം നമുക്ക് ശബ്ദം കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് വലിയൊരു പരിവർത്തനമാണ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടിട്ട് ചില ആൾക്കാർ പറയും, മാഡം പറയുന്നൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. പക്ഷെ ചില ആൾക്കാർ പറയും, എന്തോ എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ വരുന്നുണ്ട് മാമെന്ന്. അതാണ് എനിക്ക് വേണ്ടത്. അതായത് ഞാൻ എന്താണോ ഇവിടെ നല്ലത് സംഭവിക്കുമെന്ന് പറയുന്നത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് പറയുന്നതും കേട്ടിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാനിവിടെ കാണുന്നത് എന്താണോ പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം അത്. ഇവിടെ സമയമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ന്യായം നിങ്ങൾക്ക് കൊണ്ട് തരിക തന്നെ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇത്രയും വയസ്സായാലും ഇനി എന്ത് ന്യായമാണ് കാണാനുള്ളതെന്ന്. വയസ്സിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായം എപ്പോഴായാലും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ വയസ്സായിട്ടായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ നേരത്തെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു സന്തോഷം കിട്ടണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിച്ചാൽ നിങ്ങൾ ആ ഒരു സന്തോഷത്തെ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ പോലും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ആ സമയമാകുമ്പോൾ. അതാണ് ജീവിതം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എപ്പോഴാണ് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ഈ യൂണിവേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കറിയത്തില്ല. സമയമാകുമ്പോൾ അത് നമ്മുടെ അടുത്ത് വരുന്നു. നിങ്ങളൊരു പവർഫുള്ളായിട്ടുള്ള ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഗിഫ്റ്റ് യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്താണോ അത് പുറത്ത് കൊണ്ടുവരിക നിങ്ങളുടെ. ഇവിടെ നിങ്ങളുടെ ആ ഒരു സമയമെന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ വേണമെങ്കിൽ ആഗ്രഹിച്ചാൽ പാസ്റ്റിലെ എനർജിയിൽ ആവശ്യമില്ല നെഗറ്റീവ് ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയാം. മറ്റേതെന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് മുന്നേറാം. അപ്പോൾ ഇത് രണ്ടിലും കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രം ചിന്തിക്കുക. അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാതെ അവിടെ ഒരു ഡൗട്ട് വയ്ക്കാൻ പാടില്ല. ഒരു പക്ഷേ സംഭവിച്ചില്ലെങ്കിലോ അങ്ങനെ ഡൗട്ട് വയ്ക്കാൻ പാടില്ല. എന്ത് കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ട് പറയുക. ഇത് എൻ്റെ ലൈഫിൽ ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ ആ ഒരു ഊർജ്ജത്തെ സ്വീകരിക്കുക. അതായത് നിങ്ങൾക്ക് എന്ത് വേണോ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നിങ്ങൾ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഊർജ്ജം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് പുറത്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഊർജ്ജം നിങ്ങൾക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഊർജ്ജം വെച്ച് നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങൾ പറയുക. മോശമായിട്ട് പറയാതെ ഫേവറായിട്ട് പറയുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ലതായിട്ട് എന്താണോ പറയുന്നത് അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ആ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ബിലീവ് ചെയ്യുക. അതായത് ഞാൻ എന്നെക്കുറിച്ച് എന്ത് നല്ലത് പറഞ്ഞാലും അത് കുറച്ച് സമയം കൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ചസ്നെസ് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് മനസ്സ് വിചാരിച്ച് നിങ്ങൾ നല്ലത് മാത്രം നിങ്ങൾക്ക് വേണ്ടി പറയുക.
ഇവിടെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ സ്റ്റാറിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റാർ, ആകാശത്ത് സ്റ്റാറിനെ നോക്കിയിരിക്കുക, അങ്ങനെ. ഇല്ലെങ്കിൽ മൊബൈലിൽ ഇമേജസ് കാണുക, അങ്ങനെ അല്ലെങ്കിൽ ബുക്കിൽ സ്റ്റാറിൻ്റെ ഇമേജ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. നിങ്ങളെപ്പോഴും ഒരു ഇൻറ്റൻഷൻ സെറ്റാക്കി വെക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നോ ഒരു ഇൻറ്റൻഷൻ സെറ്റാക്കി വെച്ച് അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. ചില ആൾക്കാർക്ക് ഓരോ ലിസ്റ്റ് തന്നെ ഉണ്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം നോക്കുമ്പോൾ. അപ്പോൾ അവരതിന് വേണ്ടി ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ ഒരു ഇൻറ്റൻഷൻ സെറ്റാക്കി അതിന് വേണ്ടി വർക്ക് ചെയ്യുക തന്നെ വേണം. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഉള്ള പരാതി നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം വെള്ളത്തിൽ പോകുന്നു എന്നാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ ഹാർഡ് വർക്ക് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ പ്രശംസയുടെ പാത്രമാക്കുന്നതാണ്. പേരും പ്രശസ്തിയും കിട്ടുമെന്ന് ഞാൻ എത്ര പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുന്ന വരെ റീഡിങ്ങിൽ ആ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ പേരും പ്രശസ്തിയും ലഭിക്കുന്നത്, പിന്നെ ആ ഒരു മെസ്സേജ് വീഡിയോയിൽ വരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ എപ്പോഴും പറയും, മിററിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അഫർമേഷൻസ് ആയിട്ട് പറയുക. എൻ്റെ ആഗ്രഹം ഇതാണ്, അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറയുക. ഇല്ലെങ്കിൽ വെള്ളത്തിനോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക, വാട്ടർ അഫർമേഷൻ. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കും, നല്ലതാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം 100% കൊടുക്കുക. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ ടിപ്സ് ഞാൻ പറയുന്നതും കൂടെ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ വേദന എടുക്കുന്നു, അവിടെ വേദന എടുക്കുന്നു എന്നൊക്കെ തോന്നത്തില്ലേ. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഇരുന്ന് വീഡിയോ സ്ക്രോൾ ചെയ്തതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ആ ഒരു വേദനയുടെ വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ തോന്നും, ഇതെന്താ ഒരു മിറാക്കിൾ പോലെ തോന്നുന്നല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അത് വീഡിയോയിൽ ആ അസുഖത്തിൻ്റെ ഇത് വന്നല്ലോ, റെമഡീസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിനി എന്ത് പ്രശ്നമാണോ അതിനുള്ള ഉപായം നിങ്ങളുടെ അടുത്തേക്ക് ദൈവം വിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ഏതെങ്കിലും രൂപത്തിൽ. ഇവിടെ നിങ്ങൾക്ക് ന്യായം ഇതുവരെയും ലഭിച്ചില്ലെങ്കിൽ ബ്ലൂ കളർ നിങ്ങൾ അടിക്കടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ന്യായം ഉടനെ നിങ്ങളുടെ കൂടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ, താങ്ക് യു സോ മച്ച്.